ആണോ? എല്ലാ കൊല്ലം ഇയർ എൻഡിൽ ആ വർഷത്തെ ബെസ്റ്റ് തമിഴ് ത്രില്ലറുകൾ പറയുന്നതായിരുന്നല്ലോ. ഇക്കൊല്ലം എന്നെ പറ്റി? ശരിയാ, പറഞ്ഞില്ലല്ലേ? ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാല് സത്യത്തിൽ 10 മികച്ച തമിഴ് ത്രില്ലേഴ്സ് എടുക്കാൻ മാത്രം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ത്രില്ലർ തമിഴ് പടങ്ങൾ 2024 കുറവായിരുന്നു പറയാം. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ ഇഷ്ടപ്പെട്ട തമിഴ് സിനിമകളിൽ ത്രില്ലറുകളെക്കാൾ കൂടുതൽ മറ്റു ജോണറുകളിൽ പെട്ടതുമായിരുന്നു. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് വലിയ കുഴപ്പമില്ലാത്ത കുറച്ച് ത്രില്ലർ, ക്രൈം, ഡ്രാമ, ആക്ഷൻ അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പറഞ്ഞേക്കാം. മിക്സ് എങ്കിൽ മിക്സ്, പക്ഷെ കലക്കണം. ഓക്കെ, അപ്പൊ ലെറ്റസ് നമ്പർ 10. ആളുകളെ കൊന്ന് അവരുടെ വാ വലിച്ചു കീറി ചിരിപ്പിക്കുന്ന അവസ്ഥയിൽ ശരീരം ഉപേക്ഷിച്ചു പോകുന്ന ഒരു സീരിയൽ കില്ലർ. അൽസൈമേഴ്സ് ബാധിച്ച ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കില്ലറെ പിടിച്ചോ എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം ശ്യാം ആൻഡ് പ്രവീൺ ചേർന്ന് സംവിധാനം ചെയ്ത് ശരത് കുമാർ, സിജ റോസ്, ജോർജ് മരിയൻ, രാജ്കുമാർ, ഇനിയ തുടങ്ങിയവർ അഭിനയിച്ച ദ സ്മൈൽ മാൻ. വലിയ സംഭവമൊന്നും അല്ലെങ്കിലും മുഷിപ്പിക്കാത്ത ഒരു ത്രില്ലർ പടമാണിത്. ഹോളിവുഡ് പടം ബോൺ കളക്ടർ, അതുപോലെ നമ്മുടെ മലയാളം പടങ്ങളായ മെമ്മറീസ്, അഞ്ചാം പാതിര, ഓസ്ലർ, കൊറിയൻ പടം മെമ്മോയർ ഓഫ് എ മർഡറർ തുടങ്ങി പല സിനിമകളുടെ ഇൻസ്പിറേഷൻ ഈ സിനിമയിൽ കാണാൻ പറ്റും. സ്ഥിരം സീരിയൽ കില്ലർ പടങ്ങളുടെ എല്ലാ ക്ലീഷകളും ഉണ്ട്. സ്റ്റിൽ ഒരു ആവറേജ് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു പടമായതുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ വന്നത്. താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ആഹാ എന്ന പ്ലാറ്റ്ഫോമിൽ പടം കാണാം. 2 മണിക്കൂർ 2 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. നമ്പർ 9. ഒരു രാത്രി ഗൗതം ഓടിച്ചിരുന്ന കാർ ഒരു ആക്സിഡന്റിൽ പെടുന്നു. ഇടിച്ച ബൈക്ക് യാത്രികനെ അയാൾ കാറിന്റെ ഡിക്കിയിൽ എടുത്തു വെക്കുന്നു. തുടർന്ന് ആ രാത്രി നടക്കുന്ന സംഭവങ്ങൾ പറയുന്ന സിനിമ. ചിത്രം ചാച്ചി രചനയും സംവിധാനം നിർവഹിച്ച് സതീഷ്, അജയ് രാജ്, പവൽ നവഗീതൻ, ഋതിക തുടങ്ങിയവർ അഭിനയിച്ച സട്ടം എൻ കയ്യിൽ. ഈ പടത്തിന്റെ തുടക്കം കണ്ടപ്പോൾ പോലീസുകാരൊക്കെ ഇത്രയ്ക്ക് മണ്ടന്മാരാണോ എന്ന് തോന്നിപ്പോയി. പക്ഷേ കഥയിൽ കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അനാവശ്യമായിട്ടുള്ള പാട്ടുകളോ ഓവർ ഹീറോ എലമെന്റ്സ് ഒന്നും ചേർക്കാത്ത ഒരു സിനിമയാണ്. തീരും വരെ എന്താണെന്നുള്ള ഒരു ആകാംക്ഷ നമുക്ക് നൽകുന്നുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത ഒരു വൺ ടൈം വാച്ചബിൾ ത്രില്ലറാണ്. ഈ പടം ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിന്റെ റൺ ടൈം 2 മണിക്കൂർ 3 മിനിറ്റ് ആണ്. നമ്പർ 8. കോംബൈ ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കരുണൻ, ആദി, ഒപ്പം കരുണന്റെ ഏറ്റവും വിശ്വസ്ത സേവകൻ എന്ന് പറയാവുന്ന മറ്റൊരു കൂട്ടുകാരൻ ചൊക്കൻ, ഇവരുടെ കഥ പറയുന്ന സിനിമ. ചില സമയത്ത് വിശ്വസ്തതയ്ക്കൊപ്പം നിൽക്കണോ അതോ സത്യത്തിനൊപ്പം നിൽക്കണോ എന്ന ചോദ്യം ചൊക്കൻ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ഈ പടം പറയുന്നത്. ചിത്രം RS ദുരൈ സെന്തിൽകുമാർ സംവിധാനം ചെയ്ത് സൂരി, ശശികുമാർ, ഉണ്ണി മുകുന്ദൻ, ശിവദ തുടങ്ങിയവർ അഭിനയിച്ച ഗരുഡൻ. ഇതിന്റെ കാസ്റ്റിംഗ് ആണ് ഏറ്റവും വലിയ പടത്തിന്റെ കരുത്തെന്ന് പറയാം. ചൊക്കനായിട്ട് സൂരിയും കാർത്തിയായനായിട്ട് വന്ന ശിവദയുടെയും കിടു പെർഫോമൻസ് ഉണ്ട്. ഒപ്പം ഉണ്ണി മുകുന്ദനും നൈസ് ആയിരുന്നു. പക്ഷെ സ്റ്റിൽ എനിക്ക് ആ ക്യാരക്ടറിന്റെ മാറ്റം അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. ശശികുമാറും നല്ല രസമുണ്ടായിരുന്നു. സമുദ്രക്കനിയുണ്ട്. അങ്ങനെ വലിയൊരു കാസ്റ്റ് തന്നെ പടത്തിലുണ്ട്. പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ടൈപ്പ് ഒരു കഥയാണ് പടത്തിനുള്ളത്. സ്റ്റിൽ ചില ശക്തമായ മൊമെന്റ്സ് ഒക്കെ സമ്മാനിക്കുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം കൂടിയാണ് കേട്ടോ. പടം ആമസോൺ പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. 2 മണിക്കൂർ 13 മിനിറ്റ് ആണ് റൺ ടൈം. നമ്പർ 7. 1999 മദ്രാസ് സെൻട്രൽ ജയിലിൽ നടക്കുന്ന ഒരു കലാപം. അതിനെ തുടർന്ന് കുറെ പേർ മരണപ്പെടുന്നു. ഈ കലാപത്തെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു കമ്മീഷൻ എത്തുന്നതും തുടർന്നുള്ള സംഭവങ്ങളും പറയുന്ന സിനിമ. ചിത്രം സിദ്ധാർത്ഥ് വിശ്വനാഥ് സംവിധാനം ചെയ്ത് RJ ബാലാജി, ഷറഫുദ്ദീൻ, ശെൽവരാഘവൻ, സാനിയ അയ്യപ്പൻ തുടങ്ങിയവർ അഭിനയിച്ച സ്വർഗവാസൽ. ക്യാരക്ടർ ഡിസൈന് പ്രാധാന്യം കൊടുത്ത ഒരു സ്ക്രിപ്റ്റ് ഉള്ള സിനിമയാണ്. നല്ലൊരു പ്രിസൺ ആക്ഷൻ ത്രില്ലർ ആണെന്ന് പറയാം. എന്തോ ഈ പടത്തിന് അധികം നല്ല അഭിപ്രായം കിട്ടാത്തതുപോലെ എനിക്ക് തോന്നി. പക്ഷെ എനിക്കെന്തോ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സിനിമയുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പടം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. 2 മണിക്കൂർ 15 മിനിറ്റ് ആണ് റൺ ടൈം. നമ്പർ 6. കേരള തമിഴ്നാട് ബോർഡറിലെ ഒരു ട്രൈബൽ ഗ്രൂപ്പിലെ കുറച്ച് റിബൽ ആയിട്ടുള്ള ധർമ്മ എന്ന യുവാവ് കേരളത്തിലെ ഒരു റബ്ബർ തോട്ടത്തിൽ തൊഴിൽ അന്വേഷിച്ചെത്തുന്നു. കൂട്ടിന് അവന്റെ പ്രിയപ്പെട്ട ഒരു നായയുമുണ്ട്. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം SP ശക്തിവേൽ സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ അലങ്ക്. ഇതിൽ ഒരാൾ അയാളുടെ മകളോടുള്ള സ്നേഹം കൊണ്ടും മറ്റേയാൾ അയാളുടെ നായയ്ക്ക് വേണ്ടിയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിന്റെ കഥയെന്ന് പറയാം. ഒപ്പം ശക്തമായ പൊളിറ്റിക്സ് കൂടി സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ഗുണനിധി, ചെമ്പൻ വിനോദ്, കാളി വെങ്കട്ട് എന്നിവരോടൊപ്പം മലയാള നടി ശ്രീരേഖയുടെ കിടിലൻ പെർഫോമൻസ് പടത്തിലുണ്ട്. പിന്നെ അപ്പാണി ശരത്തും ഒരു മെയിൻ റോളിൽ തന്നെ വരുന്നുണ്ട്. ഇതിലെ പട്ടി വരെ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാം. സാധാരണ തമിഴ് പടങ്ങളിനേക്കാൾ അത്യാവശ്യം ബെറ്റർ ആയിട്ട് ഇതിൽ മലയാള ഭാഷ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ലെങ്ത് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നി. കണ്ടാൽ അങ്ങനെ നഷ്ടമില്ലാത്ത ഒരു റിവെഞ്ച് ത്രില്ലർ സിനിമയാണ്. സിനിമ ആമസോൺ പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. 2 മണിക്കൂർ 11 മിനിറ്റ് ആണ് റൺ ടൈം. നമ്പർ 5. വസന്തും ഭാര്യ ആരണ്യയും ഒരു വെക്കേഷന് അവർ പുതുതായിട്ട് വാങ്ങിയ വില്ലയിലേക്ക് കുറച്ച് ദിവസം താമസിക്കാൻ പോകുന്നതും തുടർന്ന് അവിടെ നടക്കുന്ന സംഭവങ്ങളും പറയുന്ന സിനിമ. ചിത്രം KG ബാലസുബ്രഹ്മണ്യ സംവിധാനം ചെയ്ത് ജീവ, പ്രിയ ഭവാനി ശങ്കർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന തമിഴ് സൈഫൈ ത്രില്ലർ ബ്ലാക്ക്. പ്രശസ്തമായ ഒരു ഹോളിവുഡ് ത്രില്ലർ സിനിമയുടെ ഡീസന്റ് റീമേക്ക് ആണ് ഈ പടം. കഴിഞ്ഞ വർഷം തിയേറ്ററിൽ ഞാൻ കണ്ട പടമാണ്. ഇതിന്റെ സൗണ്ട് ഡിസൈൻ ഒക്കെ തിയേറ്ററിൽ കാണാൻ നല്ല കിടുവായിരുന്നു. പിന്നെ ഇന്ത്യൻ സിനിമയുടെ ആചാരങ്ങളായിട്ടുള്ള ഐറ്റം സോങ്, ക്ലബ് സോങ്, റൊമാൻറ്റിക് സോങ്, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചുമ്മാ തിരികെ കേട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം റീസൺ ആയിട്ട് ഒരു സൈഫൈ എക്സ്പ്ലനേഷന് മാത്രമേ കാര്യമുള്ളൂ. അതിന് വരെ ഇവരൊരു പ്രതിമ, ഒരു ഡ്രഗ്, ഫുൾ മൂൺ, അങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് കുറച്ച് ചളവാക്കിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇതൊന്നും ഇല്ലെങ്കിൽ ഈ പോരായ്മകളൊക്കെ മാറ്റിവെച്ചാൽ ഒരു ഡീസന്റ് ത്രില്ലറാണ്. പടം ആമസോൺ പ്രൈം വീഡിയോയിൽ
കാണാം. ഡ്യൂറേഷൻ 1 മണിക്കൂർ 57 മിനിറ്റ്. നമ്പർ 4, ഒരു ടീ എസ്റ്റേറ്റ് മാനേജറായ മാർട്ടിൻ ഭാര്യ ലീനയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം അയാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരു നല്ല തമിഴ് ത്രില്ലറാണ്. ചിത്രം സുനിൽ ദേവ് സംവിധാനം ചെയ്ത അധോമുഖം. ചില ട്വിസ്റ്റുകളൊക്കെ പ്രഡിക്റ്റബിൾ ആയിരുന്നുവെങ്കിലും ചിലത് നല്ല എഫക്റ്റീവ് ആയിട്ട് തന്നെ തോന്നി. 2 മണിക്കൂർ കൊണ്ട് ഒരു സീരിയസിനുള്ള കഥ തന്നെ പടം പറഞ്ഞിട്ടുമുണ്ട്. സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി, പെർഫോമൻസ് ഇതിലൊക്കെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും കണ്ടിരിക്കാവുന്ന, പറയുന്ന പ്രമേയം കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് അധോമുഖം. പടം ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്. ഡ്യൂറേഷൻ 2 മണിക്കൂർ 8 മിനിറ്റ്. നമ്പർ 3, പോലീസ് ഇൻസ്പെക്ടർ പരുത്തി ഇളമാരൻ ഒരു മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്നതിനിടെ ഒരു മർഡർ കേസ് കൂടി അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്നു. ഇത് രണ്ടും അദ്ദേഹം കണ്ടെത്തിയോ എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. ഇതിന്റെ മിസ്റ്ററി നല്ല കിടലനായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഏതോ ചില വിവരദോഷികൾ ഇതിന്റെ സസ്പെൻസ് ഒക്കെ റീലാക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് കൊളവാക്കി കളഞ്ഞു. ചിത്രം ബി മണിവർണ്ണൻ രചനയും സംവിധാനവും നിർവഹിച്ച് തമൻകുമാർ നായകനായി കഴിഞ്ഞ വർഷം റിലീസായ തമിഴ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഒരു നൊടി. ബജറ്റ് കുറവാണെങ്കിലും ക്വാളിറ്റി ഉള്ള ഒരു പടം തന്നെയായിരുന്നു ഇത്. നല്ല പെർഫോമൻസുകളും പടത്തിലുണ്ട്. ആമസോൺ പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഡ്യൂറേഷൻ 2 മണിക്കൂർ 8 മിനിറ്റ്. നമ്പർ 2, മരിയ, ആൽബർട്ട് എന്നീ 2 അപരിചിതർ ഒരു ക്രിസ്മസ് സന്ധ്യയിൽ പരിചയപ്പെടുന്നതും എന്നാൽ അവർ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ തുടർന്നുണ്ടാകുന്നതുമാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം ശ്രീറാം രാഘവൻ സംവിധാനം ചെയ്ത് വിജയ് സേതുപതി, കത്രീന കൈഫ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന മെറി ക്രിസ്മസ്. ഒരു റൊമാന്റിക് ത്രില്ലറാണിത്. വിജയസിന്റെയും കത്രീനയുടെയും അന്യായ കെമിസ്ട്രി പടത്തിന്റെ ഹൈലൈറ്റ് ആണ്. അത്യാവശ്യം നല്ല ട്വിസ്റ്റുകൾ പടത്തിലുണ്ട്. ക്ലൈമാക്സ് ശരിക്കും ഒരു നോവൽ വായിക്കുന്ന പോലുള്ള ഒരു ഫീൽ തരുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇതൊരു നോവൽ ബേസ് ചെയ്തുള്ള സ്ക്രിപ്റ്റ് തന്നെയാണ്. എ ബേർഡ് ഇൻ എ കേജ് എന്ന ഫ്രഞ്ച് നോവലാണ് ഈ സിനിമയുടെ തിരക്കഥയ്ക്ക് ആധാരമായത്. പ്ലാറ്റ്ഫോം നെറ്റ്ഫ്ലിക്സ്. 2 മണിക്കൂർ 24 മിനിറ്റ് ആണ് റൺ ടൈം. ഇനി നമ്പർ 1 മൂവി. ഒരു ബാർബർ തന്റെ വീട്ടിൽ നിന്നും ലക്ഷ്മിയെ കാണാതായി എന്ന പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിലെത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ആരാണ് ലക്ഷ്മി എന്നറിഞ്ഞ പോലീസിന് അമ്പരപ്പായി തന്നെ മാറി. ചിത്രം നിഥിലൻ സ്വാമിനാഥൻ സംവിധാനം ചെയ്ത് വിജയ് സേതുപതി, അനുരാഗ് കശ്യപ്, സചന നമിദാസ്, മമത മോഹൻദാസ്, അഭിരാമി തുടങ്ങിയവർ അഭിനയിച്ച മഹാരാജ. മികച്ച സ്ക്രിപ്റ്റും വിജയ് സേതുപതിയുടെ കിടിലൻ പെർഫോമൻസുമാണ് പടത്തിന്റെ ഹൈലൈറ്റ്. അനുരാഗ് കശ്യപും ഗംഭീരമായിരുന്നു. കഴിഞ്ഞ വർഷം വളരെയധികം ചർച്ചയായിട്ടുള്ള ഒരു തമിഴ് ത്രില്ലർ സിനിമയാണ്. ഇതിന്റെ ക്ലൈമാക്സുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള 3 സിനിമകളുടെ സ്വാധീനം വ്യക്തമായിട്ട് പടത്തിൽ കാണാം. സ്റ്റിൽ മഹാരാജയ്ക്ക് അതിൻ്റെതായ ഒരു ഐഡന്റിറ്റിയും ഉണ്ടെന്ന് പറയാം. പടം ഇനിയും കാണാത്തവർക്ക് നെറ്റ്ഫ്ലിക്സിൽ സിനിമ കാണാം. ഡ്യൂറേഷൻ 2 മണിക്കൂർ 21 മിനിറ്റ്. ശരിയല്ലേ, കഴിഞ്ഞ വർഷം അത്രയ്ക്ക് ഗംഭീരം എന്ന് പറയാൻ പറ്റിയ തമിഴ് ത്രില്ലർ പടങ്ങൾ കുറവായിരുന്നു. ഇതിലെ ചിലതൊന്നും എന്നെ അത്ര തൃപ്തിപ്പെടുത്തിയ പടങ്ങളൊന്നും അല്ല. എന്നെയും അല്ല, ടോപ്പ് 5 നല്ലതല്ലേ? ആ